ഹലോ ഓൾ, പൈത്തണിലുള്ള കമൻസിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ നമ്മളുടെ സെഷൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് കമൻസ് എന്ന് നോക്കാം. കമൻസ് എന്ന് പറഞ്ഞാൽ എക്സിക്യൂഷൻ്റെ ടൈമിൽ നമ്മളുടെ ഇൻ്റർപ്രറ്റർ ഇഗ്നോർ ചെയ്യേണ്ട നമ്മളുടെ കോഡിലുള്ള കുറച്ച് സെക്ഷൻസിനെയാണ് നമ്മൾ കമൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇഗ്നോർ ചെയ്യുക എന്ന് പറയുമ്പം എന്തൊക്കെ രീതിയിൽ ഇഗ്നോർ ചെയ്യണം എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് കാര്യം, നമുക്ക് സാധാരണ കമൻസ് കൊടുക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മളുടെ കോഡിനെ കുറച്ചുകൂടെ റീഡബിൾ ആക്കാനായിട്ടാണ് കമൻസ് കൊടുക്കുന്നത്. റീഡബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം നമ്മളുടെ ഒരു പ്രോജക്റ്റിൽ നമ്മൾ വർക്ക് ചെയ്യുകയാണ്. അപ്പം ആ ഒരു പ്രോജക്റ്റിൽ നമ്മളിപ്പോൾ പ്രോജക്റ്റിൽ ചെയ്യുന്ന പോലെ 5-6 ലൈൻസ് ഒന്നും അല്ല ഉണ്ടാവുന്നത്, ഒത്തിരി ലൈൻസ് ഉണ്ടായിരിക്കും. അപ്പം ആ ഓരോ ലൈൻസിനും നമ്മളുടെ ആ ഒരു പ്രോജക്റ്റിൻ്റെ ഓരോ ഫങ്ഷനാലിറ്റി ആയിരിക്കും ഉണ്ടാവുന്നത്. അപ്പം ആ ഒരു ഫങ്ഷനാലിറ്റി എന്തൊക്കെയാണ് എന്നൊരു കീ നോട്ട് അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ സാധാരണ ഡെവലപ്പേഴ്സ് ആ ഒരു കോഡിൻ്റെ കൂടെ കൊടുക്കാറുണ്ട്. ഓക്കെ, അപ്പം ഇതിന് എങ്ങനെയാണ് ഹെൽപ്ഫുള്ളാകുന്നത്? ഇപ്പം ഒരു പ്രോജക്റ്റിൽ ഒരു ഡെവലപ്പർ വർക്ക് ചെയ്തു, ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ആ ഒരു കോഡിൻ്റെ കാര്യം അല്ലെങ്കിൽ കുറച്ച് നാൾ കഴിഞ്ഞ് വേറൊരു ഡെവലപ്പർ ആയിരിക്കും അതൊന്ന് റിവ്യൂ ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപ്ഡേഷന് വേണ്ടിയിട്ട് ആ ഒരു കോഡ് എടുക്കുമ്പോൾ നമുക്ക് ഈ പറയുന്ന ബൾക്ക് കോഡ് കാണുമ്പം ഒരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം ഫസ്റ്റ്ലി ഡെവലപ്പ് ചെയ്യുന്ന ആൾ ഇതിൻ്റെ ഒരു ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ കമൻറ്റ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി നോക്കുന്ന ഒരാൾക്കോ അല്ലെങ്കിൽ പുതിയതായിട്ട് അതിനകത്ത് എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി സെർച്ച് ചെയ്യുന്നവർക്കോ അതൊരു ഹെൽപ്ഫുള്ളായിരിക്കും. സോ നമ്മളുടെ ഒരു കോഡിനെ റീഡബിൾ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണയായിട്ട് ഡിസ്ക്രിപ്ഷൻ മോഡിൽ കൊടുക്കുന്നതാണ് ആക്ച്വലി ഈ പറയുന്ന കമൻസ് കൊടുക്കാൻ നമുക്ക് പറ്റും. അതേപോലെ തന്നെ ഇപ്പം ചില കോഡുകൾ അല്ലെങ്കിൽ നമ്മുടെ ഒരു കോഡിൻ്റെ അകത്ത് എല്ലാ ലൈൻസും ചിലപ്പോൾ എക്സിക്യൂട്ട് ചെയ്യേണ്ട ആവശ്യങ്ങൾ വരാറില്ല. ഓക്കെ, അല്ലെങ്കിൽ 1-2 ലൈൻസിനെ നമുക്കൊന്ന് ഒഴിവാക്കാമെന്ന് പറയുമ്പോൾ ആ ഒരു കോഡിൽ നിന്നും അതിനെ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യുകയല്ല, നമ്മളുടെ ഇൻ്റർപ്രറ്റർ വർക്ക് ചെയ്യുമ്പോൾ ആ കുറച്ച് ലൈനിൻ്റെ ഫങ്ഷനാലിറ്റീസിനെ ഒന്ന് ഇഗ്നോർ ചെയ്യണം, അല്ലെങ്കിൽ ഒന്ന് ഹിഡൻ ചെയ്ത് നമുക്ക് വെക്കണം. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് നമ്മൾ കൂടുതലായിട്ടും കമൻസ് എന്ന് പറയുന്നൊരു ഫങ്ഷനാലിറ്റിയിലേക്ക് പോകുന്നത്. ബേസിക്കലി പൈത്തണിൽ 2 രീതിയിലുള്ള കമൻസ് ആണ് ഉള്ളത്. ഒന്ന് സിംഗിൾ ലൈൻ കമൻസും മറ്റൊന്ന് മൾട്ടിപ്പിൾ ലൈൻ അല്ലെങ്കിൽ മൾട്ടി ലൈൻ കമൻസുമാണ് സാധാരണയായിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്താണ് സിംഗിൾ ലൈൻ കമൻ്റ് എന്ന് നോക്കാം. ഇപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒരു ലൈൻ എഴുതുകയാണ്. നമുക്കൊരു വേരിയബിളിലേക്കൊരു ഡേറ്റാസ് സ്റ്റോർ ചെയ്യുന്നതായിട്ടൊരു ലൈനാണ് ഞാനിപ്പോൾ എഴുതുന്നത്. അപ്പം ഞാൻ A=5 എന്ന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ആക്ച്വലി ഇവിടെ എന്താണ് 5 എന്ന് പറയുന്നതിലേക്ക് ഞാൻ A5 എന്ന് പറഞ്ഞ വാല്യൂവിനെ ഞാൻ എയിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്. ഞാൻ ജസ്റ്റ് ഇതിനെ ഒന്ന് പ്രിൻ്റ് കൂടെ ചെയ്യാണ്. പ്രിൻ്റ് A. ഓക്കെ, ഇപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച പോലൊക്കെ തന്നെ ഇതൊന്ന് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോർമലായിട്ട് ആ 5നെ അങ്ങ് പ്രിൻ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഞാനിപ്പോൾ ആദ്യം പറയാൻ പോകുന്നത് സിംഗിൾ ലൈൻ കമൻറ്റ് എന്താണെന്നാണ് പറയുന്നത്. അപ്പം ഞാനിപ്പോൾ ഈ പറയുന്ന A=5 എന്ന് പറയുന്ന ഈ ഒരു ലൈനിന് ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുവാണ്. സ്റ്റോറിങ് എ വാല്യൂ 5 ടു എ വേരിയബിൾ A, അങ്ങനെ എന്തെങ്കിലും ഒരു ജസ്റ്റ് ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ സ്റ്റോറിങ് 5 ടു A എന്ന് ജസ്റ്റ് ഒന്ന് കൊടുക്കുകയാണ്. എന്താണോ എനിക്കവിടെ കൊടുക്കേണ്ടത് ആ ഒരു ഡിസ്ക്രിപ്ഷൻ നമ്മൾ കൊടുക്കുന്നു. ഓക്കെ, ഇപ്പോൾ കണ്ടോ, ഞാൻ ഇങ്ങനെ ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഈ .py ഫയലിൽ നമ്മൾ എന്ത് കൊടുക്കുന്നോ ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെ പൈത്തണിൻ്റെ ഇൻ്റർപ്രറ്റർ കൺസിഡർ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എറർ വരും. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ സിംഗിൾ ലൈൻ കമൻറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സിംഗിൾ ലൈൻ കമൻസിന് വേണ്ടിയിട്ട് പൈത്തണിൽ യൂസ് ചെയ്യുന്നത് നമ്മളുടെ ഹാഷാണ്. ജസ്റ്റ് ഒരു ഹാഷ് നമ്മൾ എന്തിനാണോ കമൻറ്റ് ചെയ്യേണ്ടത് ആ ഒരു കാര്യത്തിന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന ആ ഒരു കണ്ടൻറ്റ് എന്താണോ അതിനെ ഒരു ഹിഡൻ ആക്കി അതവിടെ നിന്ന് മിസ്സായി പോവുകയല്ല ചെയ്യുന്നത്. ഇപ്പോൾ ഒരു കളർ ഡിമ്മായ പോലെ നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ മീനിങ് എന്താണ്? അതവിടെ ഉണ്ട്, പക്ഷേ അതൊരു ഹിഡൻ ഫോർമാറ്റിൽ ഇഗ്നോർഡ് ആയിട്ടുള്ളൊരു ഇൻ്റർപ്രറ്ററിൽ നിന്നും ഇഗ്നോർഡ് ആയിട്ടുള്ളൊരു ഫോർമാറ്റിലായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കുമ്പോൾ കണ്ടോ, നമുക്ക് നേരത്തെ കിട്ടിയ അതേ ആൻസർ തന്നെയാണ് കിട്ടുന്നത്. നമ്മളുടെ ഈ പറയുന്ന ഡിസ്ക്രിപ്ഷൻ നമ്മൾ കമൻറ്റ് ചെയ്തിരിക്കുക ചെയ്യുന്നത്. ഇനി ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന നമുക്കിപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, നമുക്ക് ഈ പറഞ്ഞ ഡിസ്ക്രിപ്ഷനെ മാത്രമല്ല കോഡിനെയും ചിലപ്പോൾ കമൻറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം വരാം. ഒരു പ്രിൻ്റ് കൂടെ ഞാൻ കൊടുക്കുകയാണ്, പ്രിൻ്റ് ഹായ് എന്നൂടെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 2 പ്രിൻ്റ് ഉണ്ടല്ലോ.
ഞാൻ ഈ പറയുന്ന എ എന്ന് പറയുന്ന വാല്യൂവിനെ പ്രിൻറ്റ് ചെയ്യുന്നത് ഒന്ന് കമൻറ്റ് ചെയ്യാൻ പോവാണ്. അപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലൊക്കെ കോഡിൻ്റെ അവിടെയും എവിടെയാണോ ഏത് ലൈനിനെയാണോ കമൻറ്റ് ചെയ്യുന്നത് ജസ്റ്റ് ആ ലൈനിന് തൊട്ട് മുമ്പായിട്ട് നമ്മളുടെ ഹാഷ് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ റൺ ചെയ്തപ്പോൾ നമുക്ക് ഇപ്പോൾ ആ സെക്കൻഡ് ലൈൻ കമൻറ്റഡ് ആയിട്ടുണ്ട്, തേർഡ് ലൈൻ മാത്രമാണ് ഇവിടെ എക്സിക്യൂട്ടഡ് ആയിട്ടുള്ളത്. അപ്പം നമുക്ക് കോഡുകൾ പിന്നീട് എപ്പോഴെങ്കിലും ചെയ്യുമ്പോൾ എനിക്കിത് ആക്റ്റീവ് ആക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഹാഷ് ഒന്ന് റിമൂവ് ചെയ്താൽ മതി. സോ അങ്ങനെയുള്ള ലൈൻസ് ഓഫ് കോഡുകളെയും നമുക്ക് കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ഹാഷ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഒരു കോഡ് ചെയ്യുമ്പോൾ അടുപ്പിച്ച് കുറേ ലൈൻസ് കമൻറ്റ് ചെയ്യണമെന്ന് വിചാരിക്കാം. ഓക്കെ, ഇപ്പം ഞാനൊരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് ഒരു പ്രിൻ്റ് കൂടെ കൊടുക്കുവാണ്. പ്രിൻ്റ് ഹലോ എന്നും പറഞ്ഞിട്ട് കൊടുക്കുന്നു. ഓക്കെ, ഇപ്പം എനിക്ക് ഈ പറയുന്ന ഹായും അതേപോലെ തന്നെ എയും പ്രിൻറ്റ് ചെയ്യുന്നത് ഒരുപോലെ കമൻറ്റ് ചെയ്യണം. ഇപ്പം 2 ലൈൻ ഉള്ളത് കൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല. ഡയറക്റ്റായിട്ട് കയറിയിട്ട് നമ്മുടെ സിംഗിൾ ലൈൻ കമൻറ്റിൻ്റെ ഫങ്ഷനാലിറ്റി തന്നെ കൊടുക്കാം, ഒരു ഹാഷ് കൊടുക്കുന്നതിന് പ്രശ്നമില്ല. പക്ഷേ നമുക്കൊരു 10-15 ലൈൻസൊക്കെ അടുപ്പിച്ച് കമൻറ്റ് ചെയ്യണമെന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെ ചെയ്യേണ്ട ഒരു കേസ് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ പറയുന്ന ഓരോന്നിനും പോയി ഹാഷ് കൊടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനെയുള്ള കേസുകളിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് മൾട്ടി ലൈൻ കമൻറ്റ്സ്, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ലൈൻസിനെ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഈ 2 ലൈൻസിനെ മൾട്ടി ലൈൻ വെച്ചിട്ടൊന്ന് കമൻറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ ഉള്ള കമൻറ്റ് ഒന്ന് മാറ്റിയിട്ട് നമുക്കിപ്പോൾ ഞാൻ പറഞ്ഞു സെക്കൻഡ് ലൈനും തേർഡ് ലൈനുമാണ് കമൻറ്റ് ചെയ്യേണ്ടത്. അപ്പം ഏത് ലൈനാണോ കമൻറ്റ് ചെയ്യേണ്ടത് അതിൻ്റെ സ്റ്റാർട്ടിങ്ങിലോ അല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് മുമ്പൊരു ലൈനായിട്ടോ നമ്മൾ ജസ്റ്റ് ഒരു ട്രിപ്പിൾ കോട്ട്സ് കൊടുക്കുക. ഓക്കെ, ട്രിപ്പിൾ കോട്ട്സ് നിങ്ങൾക്ക് സിംഗിൾ കോട്ടായിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഡബിൾ കോട്ടായിട്ടും കൊടുക്കാം, ഇഷ്യൂ ഇല്ല. ഓക്കെ, അപ്പം എവിടെ നിന്നാണോ ആ ഒരു ട്രിപ്പിൾ കോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ തൊട്ടേ നമ്മളുടെ ആ ഒരു ലൈൻ കമൻറ്റഡ് ആകാനായിട്ട് തുടങ്ങുകയാണ്. ഇനി എവിടെ വരെയാണോ നമുക്ക് കമൻറ്റ് ചെയ്യേണ്ടത് അവിടെ ഈ പറഞ്ഞ ട്രിപ്പിൾ കോട്ട്സ് എൻഡ് ചെയ്യുക. അപ്പോൾ ഈ ട്രിപ്പിൾ കോട്ട്സിൻ്റെ ഇടയിലുള്ള സെക്ഷൻസ് കംപ്ലീറ്റ്ലി കമൻറ്റഡ് ആയിട്ടായിരിക്കും ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മളൊന്ന് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ആ എയും പ്രിൻറ്റ് ചെയ്യുന്നില്ല, ഹായും പ്രിൻറ്റ് ചെയ്യുന്നില്ല, ഹലോ മാത്രമേ പ്രിൻറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പം നമുക്ക് കമൻറ്റ് എന്ന് പറയുന്നത് ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ്. അപ്പം മൾട്ടി ലൈൻ കമൻറ്റ്സും സിംഗിൾ ലൈൻ കമൻറ്റ്സും ഈ ഒരു രീതിക്കാണ് പൈത്തണിൽ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, താങ്ക് യു.